വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായി പരാതി. തിരുനെല്ലി സ്വദേശിയായ 40-കാരിയാണ് പരാതി നൽകിയത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ ഇത് മറയാക്കി പരിചയക്കാരനായ പ്രതി നിരന്തരമായി ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി. കാട്ടുകുളം പുളിമൂട് സ്വദേശി വർഗീസിനെതിരായാണ് പരാതി നൽകിയത്. വിശ്വാസിയായ തന്നെ അന്ധവിശ്വാസം പറഞ്ഞ് ഭയപ്പെടുത്തി ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്നും സ്ത്രീ കൂട്ടിച്ചേർത്തു. വർഗീസ് എന്ന ആള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ രാത്രി തന്നെ അവിടെ കൂടിയേ എന്നെ ഇഷ്ടമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സ്വാമീൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. പിന്നെ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസികമായ പ്രശ്നത്തിൽ ഗുളിക കഴിക്കുന്നുണ്ട്. അത് കഴിക്കണ്ട, അത് പിന്നെ ഗുളികയില്ലാതെ തന്നെ മാറിക്കോളും എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ഗുളിക കുടിക്കാണ്ട് എനിക്ക് അസുഖം കൂടുകയും ചെയ്തു. എന്നിട്ട് തുടരെ ഇങ്ങനെ വീട്ടിലൊക്കെ വരും. എന്തെങ്കിലും പറഞ്ഞാൽ സ്വാമീനെ കൊണ്ട് നിന്നെ കൊല്ലിക്കും, പിന്നെ കുടുംബത്തോടും കൊന്നുകളയും എന്നെല്ലാം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ കൂടി ചേരുന്നുണ്ട്. രതീഷ്, വളരെ ഗുരുതരമായ ആരോപണം, ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഗൗതം, തീർച്ചയായും സാധാരണ നമുക്കറിയാം ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഈ സാധാരണ സ്ത്രീകളെ, വീട്ടമ്മമാരുൾപ്പെടെ ഈ അവരുടെ വിദ്യാഭ്യാസക്കുറവൊക്കെ മുതലെടുത്തുകൊണ്ട്, അവരുടെ വിശ്വാസം അന്ധവിശ്വാസമൊക്കെ മുതലെടുത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് പുതിയ സംഭവമല്ല. തിരുനെല്ലിയെ സംബന്ധിച്ച് അത്തരം ആക്ഷേപം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആദിവാസി അവിവാഹിതരുടെ അമ്മമാരുടെ ഒരിടം എന്ന നിലയിൽ പണ്ട് മാധ്യമങ്ങളിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരിടമാണ്. അവിടെ വീണ്ടും ഈ ആധുനിക കാലത്തും വർഷങ്ങൾക്ക് ശേഷവും ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വിശ്വാസത്തെ മറയാക്കിക്കൊണ്ടാണ്, അന്ധവിശ്വാസത്തെ മറയാക്കിക്കൊണ്ട് അത്തരം ആളുകളെ ഈ സ്വാധീനിക്കാം, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ ലൈംഗികമായി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നു. ഈ സ്ത്രീ തന്നെ 6 മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ പറഞ്ഞ് തൻ്റെ ഈ പരാതി ഉൾപ്പെടെ പറഞ്ഞതായിരുന്നു. തിരുനെല്ലി പോലീസിൽ പരാതി നൽകിയതായിരുന്നു. എന്നാൽ ആ പരാതി ആ ഗൗരവത്തോടെ കാണാൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് ഒത്തുതീർപ്പാക്കുന്ന നിലയിലേക്ക് തന്നെ വരികയും ചെയ്തു. തുടർന്ന് വീണ്ടും തൻ്റെ ജീവൻ ഉൾപ്പെടെ ഭീഷണിയാവും, തൻ്റെ മക്കൾക്കുൾപ്പെടെ ഇത്തരത്തിൽ ഭീഷണി ഭാവിയിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയാണ് ഇന്ന് ഈ വീട്ടമ്മ വീണ്ടും തിരുനെല്ലി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. തുടർന്ന് SMS DYSPയുടെ ഉൾപ്പെടെ പരാതി നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിക്രൂരമായാണ് അവർ ശാരീരികമായി ഉപയോഗിക്കപ്പെട്ടതെന്ന് അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും കാട്ടുകുളം പുളിമൂട് സ്വദേശി വർഗീസിനെതിരെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസ് സ്വാഭാവികമായും തിരുനെല്ലി പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ, ആദിവാസി വീട്ടമ്മമാർക്കെതിരെ ലൈംഗിക ചൂഷണം നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ തെളിവായി മാറുകയാണ്. ഇത്തരത്തിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. അന്ധവിശ്വാസത്തിന് മറവിൽ ഈ ദുർബല ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൻ്റെ അത്തരത്തിലുള്ള അറിവില്ലായ്മയുടെ മറവിലാണ് ഇത്തരത്തിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയപ്പെടുത്തും, അവരെ കൊലപ്പെടുത്തും എന്നൊക്കെ തന്നെ പറയുന്നു. ബന്ധുക്കളെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അവരെ ശാരീരികമായി ദുരുപയോഗപ്പെടുത്തുന്നത്. അത് തുടരുകയാണ് ഇക്കാലത്തും എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ, പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ ഉൾപ്പെടെ പഞ്ചായത്ത് കൂടിയാണിത് എന്നതും ഏറെ ഗൗരവം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നതും കൂടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ മാറുമെന്നും ഉറപ്പാണ്. വളരെ ഗൗരവത്തോടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ട ഒരു കാര്യം കൂടിയാണിത്. മാത്രവുമല്ല, ഇത്തരത്തിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് മുൻപും ഈ ഇടങ്ങളിലൊക്കെ തന്നെ മനുഷ്യ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന, ലൈംഗികമായും സാമ്പത്തികമായും ഒക്കെ തന്നെ അവരെ
ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിയും ഈ ഭാഗങ്ങളിലുണ്ട്. അതിൽ പട്ടികവർഗ കമ്മീഷൻ അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പട്ടികവർഗ വകുപ്പിന് പോലും അത്തരം ഈ ഇഷ്യൂ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ വളരെ ബോധ്യമുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു വീട്ടമ്മ, അവർ ആരോഗ്യപരമായി വളരെ ദുർബലയാണ്. അവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാകും. അത്രത്തോളം അവർ ആ രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായി അവർ വീണ്ടും തിരുനെല്ലി പോലീസിൽ കേസ് നൽകിയിരിക്കുകയാണ്, പരാതി നൽകിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് SMS DYSPക്കും ഇത് സംബന്ധിച്ച് കേസ് നൽകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും DIGക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ആരെയും ഞെട്ടിക്കുന്ന, ആരെയും കേരള ജനത, പ്രബുദ്ധ ജനത എന്നതിൽ അപമാനിക്കപ്പെടേണ്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നു ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ. ഗൗതം, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇപ്പോൾ രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ആദിവാസി സ്ത്രീയെ ചൂഷണം ചെയ്തിട്ടുണ്ട്, ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ തിരുനെല്ലിയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.